ഹേ ഗൈസ് സോ സാധാരണ ഞാൻ എപ്പോഴും ഗെയിം കളിക്കുന്ന പ്ലേ സ്റ്റേഷനിലാണെങ്കിലും എവിടെ ആണെങ്കിലും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല കളിക്കാൻ പോകുന്നത്, അമ്മയും കാണും എൻ്റെ കൂടെ കളിക്കാൻ. അമ്മയ്ക്ക് ഈ ഗെയിമിൻ്റെ ABCD പോലും അറിയത്തില്ല, പക്ഷെ പഠിപ്പിച്ചു കൊടുത്താൽ പെട്ടെന്ന് പഠിക്കും. അപ്പോൾ ഇന്ന് നോക്കാം എങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം അമ്മേനെ വിളിക്കാം. ഈ നാട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് വാങ്ങിച്ചു കൊടുത്ത് ഇതല്ലാതെ ഞാൻ ഇന്ന് വരെ ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഇനി ഞാൻ പോളിടെക്നിക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. സിമ്പിളായത്. പക്ഷേ അരിശുമൂട്ടിൽ അപ്പുകുട്ടനും അല്ലെ തൈപ്പറമ്പിൽ അശോകനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, കാണിച്ചേ. ലെഫ്റ്റിനകത്ത് ഇപ്പൊ ഞാനുണ്ട്, പ്ലെയർ 1 ആൻഡ് അമ്മ പ്ലെയർ 2. സുലഭമാണ്. ഇപ്പൊ എക്സ് എന്ന് വെച്ചാൽ റെഡിയാ. എക്സ് നിൽക്കും. ക്രോസ് ആണ്. ക്ലോസ്. ക്രോസ് നിൽക്ക്. യെസ്. ഓക്കെ. അപ്പൊ അവിടെ ഇനിയും നമുക്ക് ക്ലാസിക് മാച്ച് കളിക്കാം. അമ്മയുടെ ടീം ഏതാ അമ്മയ്ക്ക് വേണ്ടത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതല്ല, ഇത് ജർമ്മനിയാണ്. സോറി ഗൈസ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ അർജന്റീന എടുക്കാം. അമ്മ ഞാൻ ജർമ്മനി. അമ്മ ജർമ്മനി. ചുവപ്പൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എടാ നിനക്ക് ഒരു കൈ വെച്ച് ഇതിലും മറ്റേ കൈ വെച്ച് അതിലും കളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സംഭവം മാർക്കൗട്ട് ആയിട്ട്. ഇത് മറ്റേ ഇന്നലെ അമ്മയുടെ ഡാൻസ് പ്രോഗ്രാമിനകത്ത് മറ്റേ സ്മോക്ക് വരുന്ന സാധനമില്ലേ ലക്ഷ്മി, സ്മോക്ക് വരുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്ന് മറ്റേ ആവേശത്തിൽ മറ്റേ തോക്കിന്ന് വെടി പൊട്ടിക്കൊണ്ടിരിക്കൂലേ, അതേപോലെ ഇതിന് ചെക്കന് ഓടി അതിന്റെ പുറത്ത് കയറിട്ട് അവരൊന്നും കാണാൻ വയ്യ. ഫുള്ള് സ്മോക്ക്, ടിഷ് ടിഷ്, ഒരു മൂലക്ക് ഇത് ഫുൾ സ്മോക്ക് എന്ന് പറഞ്ഞ പോലെ അതേ നോക്ക് ആ സുന ഓടി കളിച്ചോണ്ട് കളിക്കാം. കളിക്കണം. ഇതാരാ? എംബാപ്പെ. അറിയത്തില്ല, മനസ്സിലായി. എടാ ഓറഞ്ച് ഉടുപ്പിട്ട ചേച്ചിയാണോ ഞാൻ? അല്ല, അത് ഓക്കെ, അത് റെഫറി. നമ്മളെന്തേലും ഫൗള് കാണിക്കുവാണെങ്കിൽ നമ്മളെന്തേലും ഫൗള് കാണിക്കുവാണെങ്കിൽ ഇപ്പൊ അങ്ങനെ. ഇവിടെ എല്ലാരും ഭയങ്കര ഇത് ഭയങ്കര കോമഡി ആവട്ടെ. ഞാനില്ലേ പരിപാടിക്ക്. ആൾക്കാരെ ബുദ്ധിയുണ്ടെന്നൊക്കെ വിചാരിച്ചതൊക്കെ മാറി കിട്ടും. നമുക്ക് മറ്റേ മാരിയോ വല്ലതും കളിക്കാം. മതി. അല്ല ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, എന്റെ പോസ്റ്റ് ഏതാ? ഇതാണ് എവിടെ പോയി കോളടിക്കണം അതൊന്നും പറഞ്ഞു. അമ്മയുടെ പോസ്റ്റ് അതാ റൈറ്റ് സൈഡിൽ. ഇതെന്റെ ഹാഫ് ടൈം കഴിയുമ്പോ അമ്മയുടെ പോസ്റ്റ് ലെഫ്റ്റിലോ. അത് ഞാൻ കളിക്കും. അങ്ങനെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഓക്കെ, ഞാൻ വരത്തില്ല. ഒരെണ്ണം അടിച്ചോ, ഒരു ഗോൾ അടിച്ചോ. പോട്ടെ ഞാൻ ആദ്യം അവിടെ നിന്ന് പോട്ടെ. അതിന്റെ മുമ്പിൽ കിടന്ന് നീ അടിപൊളി സർക്കിൾ എവിടെ പോയി? കൂട്ടിനകത്ത് പോയി അടിക്കണല്ലേ? ഇല്ല, അത് നെക്സ്റ്റ്. സോറി, അത് മറ്റേ പ്രശ്നമായല്ലോ. ഞാൻ മറ്റേ ക്രിക്കറ്റിന്റെ പോലെ എവിടെ അടിച്ചാലും പ്രശ്നമില്ല വിചാരിച്ചു. ഓക്കെ. ഇപ്പൊ കിട്ടി. ഇപ്പൊ അമ്മയ്ക്ക് അടിക്കണോന്നിരിക്കട്ടെ. കുലുങ്ങി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വൈബ്രേഷൻ ഇട്ടിട്ടുണ്ട് ഞാൻ. എവിടെ ഞാൻ ഇനി എടുത്തു പോ. ഞാൻ എവിടെ? ചുമപ്പ് ബോൾ ഉണ്ടല്ലേ? എന്നെ വന്നാലും തട്ടിയല്ലോ. ഞാനാ തട്ടിയേ. നീ ഒന്ന് അടങ്ങിയിരിക്കണം. ഞാൻ ആദ്യം ഇനി ഞാൻ അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത്. നീ എന്ത് പഠിപ്പിക്കണം? നീ സർക്കിൾ പറ്റില്ല. ഞാൻ നെയിം ചെയ്യണം. നീ പ്രശ്നമാണല്ലോ. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ബോൾ എടുക്കടാ. അയ്യോ സ്ഥലം മാറി പോയടാ. അത്രയും പെട്ടെന്ന് എടുക്കത്തില്ല. അത് കിട്ടിയിട്ട് കളഞ്ഞത് എന്തിന്? ഇത് ആദ്യമായിട്ടല്ല എന്നെ ഞാൻ പഠിക്കുന്നത്. ഇതിൽ നീ ഞാനൊരു പരിപാടി. അടിപൊളി. വന്നോ. അടുത്ത് എനിക്ക് അവിടെ നിന്ന് എത്താൻ പറ്റുമോ? നീ ഇതുവരെ ഗോൾ അടിച്ചില്ലല്ലോ. ഒന്നും പറയാമേ തൻ്റെ കൂടെ കളിച്ചിട്ട്. അടിപൊളി. ഫ്രീ കിക്ക് അടിച്ച് കാണണം. നിനക്ക് ഫ്രീ കിക്ക്? അതെ, പിന്നെ ചെയ്തോളാം. ഞാൻ ചെയ്യണ്ട. കിക്ക് മറ്റേ പൂജയല്ല, വട്ടപ്പൂജ. അവിടെ നിക്കടാ. സൈഡിൽ പോയി. അത് കിട്ടിയില്ല. എനിക്ക് അതേ ഉള്ളൂ ലക്ഷ്യം. അവനത് കിട്ടരുത്. മനസ്സിലായോ?
ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരു മലയാളിയാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് തരൂല ഞാൻ. ശരിയാക്കി തരാം. എടാ കള്ളക്കളിയും ഇങ്ങനത്തെ പരിപാടിയും കുത്തിത്തിരിപ്പും കുബുദ്ധിയും ഒക്കെ വെച്ചിട്ട് നീ കാൽപന്ത് കളിയിൽ ജയിച്ചു. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാൻ കാൽപന്ത് ഞാൻ ഉദ്ദേശിച്ചേ ഫുട്ബോൾ അല്ലെങ്കിൽ ഓക്കെ. അമ്മ പിണങ്ങിപ്പോയി, കളി തോറ്റേന്റെ അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാം. അടിപൊളി.